ഡോക്ടർ മറിയ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തന രംഗത്ത് കുറേ വർഷങ്ങളായി ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിലധികമായി ഉണ്ട്. അപ്പം തന്നെയാണോ റോൾ മോഡൽ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? നമ്മളിപ്പോൾ പൊതു ഇടത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് അത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്ന് നമുക്കറിയില്ല, ഏത് രീതിയിലാണ് ചർച്ചയാവുക എന്നറിയില്ല. പക്ഷേ അപ്പം കാണിച്ചു തന്ന ഒരു പാത അതെങ്ങനെയാണ് മറിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിനുള്ള ഒരു റോൾ മോഡൽ എന്തുകൊണ്ടാണ് അതിനുള്ള എൻകറേജ്മെൻറ്റ്, അതിൻ്റെ ഒരു മോട്ടിവേഷൻ ചോദിച്ചാൽ അപ്പം തന്നെയായിരിക്കാം ഞാൻ ജീവിതത്തിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ, ഇന്ന് എസ്പെഷ്യലി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ആൻസറബിളാണ്. അപ്പം നമ്മൾ വളരെ വ്യക്തത വരുത്തി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുകയാണ്, അതിലൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ പറഞ്ഞു തന്നതിലുള്ള ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, എല്ലാവരെയും ആരെയാണെങ്കിലും നമ്മളൊരു വ്യത്യാസം വയ്ക്കാതെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് പ്ലാനുള്ളതും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ഈ 2 വർഷത്തെ അപ്പയുടെ മരണശേഷം 2-2.5 വർഷത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പഠിച്ച മറ്റൊരു കാര്യം, അത് അപ്പ എനിക്ക് പറഞ്ഞു തന്നല്ല. കൂടുതലും ഞാൻ എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ അപ്പയെ കണ്ടതും വളരെ ചുരുക്കം കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ പറഞ്ഞതും വെച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും ഞാൻ മരണശേഷം മനസ്സിലാക്കിയ ഒരു വലിയൊരു കാര്യമുണ്ട്. അപ്പയുടെ മരണശേഷം ഒരുപാട് പേര് വന്ന്, ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന് ഒരുപാട് ആളുകൾ, സാധാരണക്കാർ വന്ന്, അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ ഒരുപാട് പേര് ഞങ്ങൾക്ക് എപ്പോഴും ഓടിച്ചെല്ലാനുള്ള ഒരു ഇടമായിരുന്നു എന്ന് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഞാനിപ്പോൾ എന്നെ കൊണ്ടാകാവുന്നതുകൊണ്ട് ആര് ഒരു ഫോൺ വിളിച്ചാലും, എത്ര തിരക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും, അത് ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പയുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിൻറ്റും അത് തന്നെയായിരുന്നു.